കേരളത്തിലെ സകലമാന SSLC വിദ്യാർത്ഥികളും ഒരു പരീക്ഷ എഴുതുന്നു. ചൊവ്വാഴ്ചയായിരുന്നു പരീക്ഷ. എന്നാൽ 2 ദിവസത്തിനകത്ത് അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാ പത്രമാധ്യമങ്ങളുടെയും ഫ്രണ്ടിൽ അച്ചടിച്ചു വരികയാണ്, നിങ്ങളുടെ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. കാരണം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ്. ഇത് 2017 യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. പരീക്ഷാ വിഷയം മാത്സ്. നിങ്ങളുടെ സീനിയേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരുടെ അടുത്തോ ചോദിച്ചാൽ അറിയാൻ പറ്റും. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഔട്ട് ഓഫ് ദി സിലബസ് 1, 2, 3 അതിലധികവും ക്വസ്റ്റ്യൻസ് വന്നപ്പം ആദ്യം തീരുമാനിച്ചിരുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടവർക്ക് മാർക്ക് കൊടുക്കാലോ. പക്ഷെ പിന്നീട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതേ രീതിയിൽ ആവർത്തിച്ചപ്പോൾ പരീക്ഷ റദ്ദാക്കി വീണ്ടും നടത്തുകയല്ലാതെ വേറൊരു പോം വഴി ഉണ്ടായിരുന്നില്ല. അതിനനുസരിച്ച് അധ്യാപകരും രക്ഷകർത്താക്കളും മുന്നോട്ട് വരികയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇനി അഥവാ തെറ്റിച്ചാലും എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത്? ഈ വർഷം 2026 SSLC +1 +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ എന്ന് നോക്കാം. സംഭവം മറ്റൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പരീക്ഷയിൽ ഇത്രയധികം എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഇതിലൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയും, ഇത്ര ശതമാനം ആവറേജ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ബാക്കി ശതമാനം മോഡറേറ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ് സാധാരണ എല്ലാ പരീക്ഷകളും നടത്തുന്നത്. അപ്പോൾ തെറ്റിച്ചാലും അല്ലെങ്കിൽ ആൻസർ അറിയില്ല എങ്കിലും മാർക്ക് ലഭിക്കണം എന്നൊരു നിബന്ധനയുടെ അണ്ടറിൽ ഈ പരീക്ഷ എഴുതുന്ന നിങ്ങളും വരണമെങ്കിൽ ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ ചെയ്താൽ മതി. അതിലൊന്നാമത്തേത്, കൃത്യമായിട്ടുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയുന്നത് ചിലപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻസും ഉണ്ടാകാം. അത്ര കോൺഫിഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി മാറ്റി വയ്ക്കുക. അല്ലാതെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണ്, കൃത്യമായിട്ടുള്ള ധാരണയില്ല, അങ്ങനെയാണ് എങ്കിൽ ആ ബാക്കി സമയവും കൂടി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ചെറുതായിട്ടെങ്കിലും നമ്പർ ഇട്ട് അറിയാമെന്ന് എഴുതി വയ്ക്കുക. ഇതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇടുകയാണെങ്കിൽ ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദി സിലബസ് വന്നു, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളോ ക്വസ്റ്റ്യന്റെ പിഴവ് കാരണമോ റദ്ദാക്കി കഴിഞ്ഞാൽ അതിന്റെ ഫ്രീ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ അറ്റ്ലീസ്റ്റ് ഇട്ടിരിക്കണം, എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ നമ്പറിന്റെ നേരെ എഴുതി വെച്ചിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ചിലതിന് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വേണമെന്നില്ല, അതായത് സ്റ്റേറ്റ്മെന്റ് വേണമെന്നില്ല, അതുമല്ലാണ്ട് വലിയ എസ്സേ വേണമെന്നില്ല. ജസ്റ്റ് സോഷ്യൽ സയൻസിലൊക്കെ 6 മാർക്കിനൊക്കെ വരുമ്പോൾ ഒരു 2 പേജ് എസ്സേ എഴുതുന്നതും 4 പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൃത്യമായിട്ട് എഴുതുന്നതും ഏകദേശം ഒരേ മാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ പല ക്വസ്റ്റ്യനിലും വരും. അതായത് പോയിന്റുകൾ എഴുതാൻ ശ്രമിക്കുക, വാരി വലിച്ച് എഴുതുന്നതിനേക്കാളും ഇക്വേഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക, വലിയ വലിയ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നതിനേക്കാളും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിലും ടീച്ചർമാർ നോക്കുമ്പോൾ മാർക്ക് നിങ്ങൾക്ക് തരും. ഇനി മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാവരും അവോയ്ഡ് ചെയ്യും. അതായത് ഈ ഗ്രാമർ ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ അറിയില്ലായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ആൻസർ എഴുതി വെക്കുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരെ അറിയാം. അങ്ങനെ വെച്ചാൽ പോലും ചിലരെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിൽ എന്ത് ചെയ്യുക, ഞാൻ കൂടുതൽ ഒരു 4 ഓപ്ഷൻസ് എഴുതിയിട്ട് കൂടുതലായിട്ട് തോന്നുന്നത് ഒന്ന് എന്ത് ചെയ്യുക, വട്ടം വരയ്ക്കുകയോ അണ്ടർലൈൻ ചെയ്യുകയോ വരച്ചാൽ നിങ്ങൾക്ക് ഭാഗ്യം കൂടി ഉണ്ട് എങ്കിൽ അതിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ഈ രീതിയിൽ ചെറിയ ചില പൊടിക്കൈകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എങ്കിലും മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് വലിയ ആനകേറ മലയായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. സോ ഇത് അവസാന നിമിഷം ഉപകരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട.